ഹായ് സുഹൃത്തുക്കളെ, റാബൂസ് പോൾട്രി ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചെയ്യുന്ന വീഡിയോ കോഴികളെ കുറിച്ചോ കോഴിക്കൂടുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലുകളിലും 7 സ്റ്റാർ ഹോട്ടലുകളിലും ഒക്കെ കിട്ടുന്ന ബ്ലൂ ടീ നമുക്ക് വീട്ടിൽ ചായപ്പൊടി ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ. അതിനു വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ ശംഖുപുഷ്പം നമ്മൾ പറിക്കുന്നുണ്ട്. ഏകദേശം 5 പീസ് ശംഖുപുഷ്പം ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു ബൗളിലേക്ക് മാറ്റി ആ ബൗളിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ച് കഴുകി എടുക്കുകയാണ്. കാരണം ഇതിൻ്റെ മുകളിൽ പറ്റിക്കിടക്കുന്ന പൊടികളും മറ്റ് പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീനായി കിട്ടും. ആ ജസ്റ്റ് ഇതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ചായ തിളപ്പിക്കാനുള്ള വെള്ളം ചായപാത്രത്തിൽ ഞങ്ങൾ ഗ്യാസിലേക്ക് വെക്കുകയാണ്. ആ വെച്ച് ശേഷം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറിച്ചെടുത്ത ശംഖുപുഷ്പം അതിൻ്റെ പിൻഭാഗത്തായിട്ടുള്ള ഒരു പച്ച മൊട്ടുണ്ട്, അത് നമ്മൾ എടുത്ത് മാറ്റി കളയണം. അല്ലെങ്കിൽ ഈ ചായയിൽ ഇടുമ്പം, ഈ വെള്ളത്തിലേക്ക് ഇടുമ്പം ഒരു ചവർപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഫ്ലവർ മാത്രമേ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം ജസ്റ്റ് ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ മുകളിലുള്ള കളറ് നമുക്ക് വെള്ളത്തിലേക്ക് നല്ലവണ്ണം അലിയുന്നത് കാണാം. അപ്പം ഒരു ഗ്ലാസ്സിൽ, അതിനുശേഷം ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ബ്ലൂ ടീ ആയി. അതുപോലെ നമുക്കിത് ഉണക്കിയിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ചെയ്തത് ഫ്രഷ് പൂ കൊണ്ട് നമുക്ക് ഇപ്പം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചായയാണ് ഉണ്ടാക്കിയത്. ഇത് ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് വെയിലത്ത് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഡബ്ബയിലാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ഇത് ജസ്റ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നല്ല നീല കളറുള്ള ചായ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിലൊന്നും കൊള്ളിക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. ചെറിയ വെയിലിൽ നമ്മളിത് ഉണക്കിയെടുക്കണം. നല്ല വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാണ്ട് ഉണങ്ങിപ്പോവും, ഇതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും. അതിനുശേഷം ചെറിയൊരു ഡബ്ബയിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജുകളിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഉത്തമം. പുറത്ത് വെക്കുന്നതിനനുസരിച്ചിട്ട് പൂപ്പലുകളും മറ്റുള്ളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത വശം നമുക്ക് ഫ്രിഡ്ജുകളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്ലൂ ടീയിൽ ഒരുപാട് പ്രോട്ടീനും ഗുണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മളെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ കിട്ടുന്ന ചായ നമുക്ക് സുന്ദരമായി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. എളുപ്പത്തിലൊരു ബ്ലൂ ടീ. അതുപോലെ ബ്ലൂ ടീ മാത്രമല്ല, ഈ ഒരു കളർ കൊണ്ട് നമുക്ക് ബ്ലൂ കളറുള്ള മൊജീറ്റോ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് പറ്റിയ ഒരു സാധനമാണ് ഈ ശംഖുപുഷ്പം. അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.